എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി ഇന്ന് വരെ ഞാൻ ആരുടെങ്കിലും മുമ്പേ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു വാക്ക് എൻ്റെ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് നിയമസഭയിൽ ഒരു ലെറ്റർ വേണം, മറ്റേ അന്നത്തെ LDFന്റെ ചോദ്യം വരും എന്ന് പറഞ്ഞിട്ട് അതുവരെ ഞാൻ അന്ന് രാവിലെ അപ്പോൾ ഉടനെ ആക്കി എടുത്തു കൊടുത്തു. അത് വായിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ പേഴ്സണൽ ഗ്രീവൻസസ് എൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് നോട്ട് ഹാൻഡഡ് ഓവർ ദ ലെറ്റർ. അതിൻ്റെ അർത്ഥം എൻ്റെ റിട്ടേൺ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. CM എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, ഞങ്ങൾ പരിഹരിക്കാം, എല്ലാം ചെയ്തു തരാം, ഒരു സെറ്റിൽമെന്റ് ആക്കി തരാം. ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ CM-ഉം കൂടെ ചേർന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, ഞാൻ കംപ്ലൈന്റ് വായിച്ച് തന്നെയാ പോയത്. പെറ്റീഷൻ അത് തന്നെയാണ്, ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. അല്ല, ഞാനെടുത്ത് കൊടുത്തു. മുഴുവൻ വായിക്കാനുള്ള സന്മനസ്സൊന്നും കാണിച്ചില്ല. ഇപ്പൊ വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു ഞാൻ സംസാരിക്കുന്ന ഒരു വെറുതെ ഒരാളുടെ അടുത്തല്ലല്ലോ. CM ആണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ പറയണത്, ഒരു ഡിസ്കഷൻ, എനിക്കൊരു ചാൻസ് തരൂ, ഞാൻ ഇതിനൊരു അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. അതിന് പകരം വാദി പ്രതിയായി മാറിയിരിക്കുക. ഞാനാ ഇപ്പൊ അസോൾട്ട് ചെയ്തെന്ന് വന്നിരിക്കുന്നത്. അത് ഞാൻ തരാം, അതെന്റെ കോപ്പി ഞാൻ പിന്നെ തരാം. എല്ലാം അത് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം ഈ കുട്ടികളുടെ ഭാവിയുടെ എഡ്യൂക്കേഷന്റെ വെൽഫെയറുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻലി അതിന്റെ കാര്യങ്ങളാണ്. അത് പല പ്രാവശ്യം മീഡിയേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലോട്ട് എത്തിയത്. എന്നിട്ട് അന്നാണ് സൈൻ ചെയ്തത്. അങ്ങനത്തെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാ. എൻ്റെ ഒരു പൂർവ്വ ഹിസ്റ്ററി തന്നെ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ്ലി തെറ്റാ. തിരിച്ചാണ് എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 10-16 വർഷമായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിഞ്ഞൂടാ. അതെ, വേർഡിങ്സ് ഞാൻ എഴുതിയ ആ വേർഡിങ്സിൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രീവൻസ് ഞാൻ പറഞ്ഞിരുന്നു, അത് കറക്റ്റാണ്. ഞാൻ 23-ാം തീയതി തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഹാൻഡ് ഓവർ ചെയ്തില്ല, അതും കറക്റ്റാണ്. എൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നു, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാത്തത്. CM പറഞ്ഞു എൻ്റെ അടുത്ത് വേണ്ട. അതെ, അതാണ് ഞാൻ പറയണത്. അത്രയ്ക്ക് ഞാൻ വിശ്വസിച്ച് അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ എഗ്രിമെന്റും കഴിഞ്ഞിട്ടിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് ഞാൻ അത് കൊടുത്തു. അതെ, അതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഷോക്ക്ഡായിപ്പോയി ഞാൻ ഇതെല്ലാം കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ എഗ്രിമെന്റ് പറഞ്ഞതനുസരിച്ച് മെനിഞ്ഞാന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇന്നലെയും CM-ന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അത് അമിക്കബിളി സെറ്റിൽ ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ സംസാരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം അച്ഛൻ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു എല്ലാത്തിലും. അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ കൂടെ ഉണ്ട്. അല്ല, 16 വർഷമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് സഫർ ചെയ്യുന്ന ഒരാള്, ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരുമകളും കൂടെയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു ഇത്രയും വർഷം? അച്ഛൻ ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല. ഇതും കൂടെ ഒരു കാരണമാണല്ലോ. അച്ഛൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അച്ഛൻ നടന്ന സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വേറെ കാര്യം, ഈ സ്ത്രീയുടെ ഭർത്താവ് വന്ന് കാലിൽ വീഴുന്ന കണ്ടു എന്നാണ്. ആ ആള് മന്ത്രിയെ മർദ്ദിക്കുന്നതായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആ കാലിൽ വീണതിന് ശേഷം ഞാനങ്ങ് പോയി. എനിക്കിനി അതിനപ്പുറം കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടെ അന്ന് നിയമസഭയിൽ പറഞ്ഞത്, ഈ ലെറ്ററിന്റെ കാര്യം എങ്ങനെയാണ് ഇത് വെളിയിൽ വന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു എന്ന് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഒരു ലെറ്റർ കൊടുത്തില്ല, അതല്ല ആ ലൈന്, ആ ലെറ്റർ അല്ല, the official complaint which you did not give. So you, it seems, asked the chief minister, how did this letter come surface out? How did this news come out? It seems ലെറ്റർ ഞാൻ കൊണ്ടുപോവാണ് കയ്യില്. ന്യൂസാണ്, പേപ്പറിലല്ലേ ന്യൂസ് വരുന്നത് ആദ്യം. അപ്പൊ എനിക്കറിയാലോ ആ ന്യൂസ് എന്തുവാണെന്ന്.
അതല്ല, ഈ ലെറ്ററിന്റെ കാര്യം എങ്ങനെയാണ് വെളിയിൽ വന്ന് ഇറ്റ്സ് യു ആസ്ക് ദി ചീഫ് മിനിസ്റ്റർ. ലെറ്റർ അല്ല, ഈ ന്യൂസ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ അല്ലാതെ എനിക്ക് അറിയില്ലല്ലോ, ലെറ്റർ ഞാൻ അപ്പോഴും ആക്കിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എന്നാൽ ഈ 75 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലിടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എഗ്രിമെന്റ് തെറ്റിപ്പോയി എന്നാണ് മന്ത്രി എന്നോട് പറയുന്നത്. അത്തരത്തിലെന്തെങ്കിലും അത് എന്ത് വേണമെങ്കിലും പറയാം. ബിക്കോസ് ഞാനിപ്പം ഇത് മുഴുവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഞാൻ ഇത്രയും നാള് തന്നെ ഇത് സഹിച്ചിരുന്ന ആർക്ക് വേണ്ടിയാ? കുട്ടും പറയട്ടെ, എൻ്റെ മക്കൾ പറയട്ടെ, ഞാൻ ഇത്രയും 16 വർഷം ഇത് സഹിച്ച് ഇവിടെ കിടന്നത് ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാണോ? എനിക്ക് എപ്പോഴേ വിട്ടിട്ട് പോവായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഒരു ഫുൾ ഫാമിലി വേണം, ഒരു അച്ഛൻ വേണം. ഇവർ ആൺകുട്ടികളാണ്. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സഹിച്ച് മുന്നോട്ട് പോയത്. ഇവരുടെ അടുത്ത് മുമ്പിൽ കാണിക്കാൻ പറ്റുമോ എനിക്ക് എന്നും എന്നെ അടിക്കുകയാണ് നിങ്ങളുടെ അച്ഛന്ന്? അതിന്റെ കാരണം കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? എന്താ കാരണം? എന്തുകൊണ്ടാണ് എന്നെ അടിക്കുന്നത്? എന്താ കാരണം? എങ്ങനെ ഞാൻ പറയും? ഈ കുട്ടിയെടുത്ത് 10ാം ക്ലാസ് പരീക്ഷയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആ സമയത്ത് കുട്ടൻ്റെ 10ാം ക്ലാസ് പരീക്ഷയാണ്. 14ാം തീയതി വരെ, മാർച്ച് 14 വരെ ആ കുട്ടി ബോർഡ്സ് എഴുതിയിട്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുമോ? എനിക്ക് ആ കുട്ടിയുടെ പഠിത്തമല്ലേ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും, അതുകൊണ്ട് ഞാൻ മാക്സിമം മിണ്ടാതെ ഇരിക്കാം. ഈ കുട്ടിയുടെ പരീക്ഷ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതിനിടയ്ക്കാണ് ഈ പേപ്പർ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നായിരുന്നത് എൻ്റെ കുട്ടൻ്റെ പരീക്ഷ. ആ കുട്ടിയുടെ പരീക്ഷ കോളമായി. ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഗണേശ് കുറെ വെളിപ്പെടുത്തൽ കോടതിയിൽ പരാതിയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇനി അടുത്തൊരു നിലപാടല്ല, താങ്കളുടെ ഒരു നിലപാടല്ല. ഞാൻ പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോകും. എന്നുവെച്ചാൽ ഇനിയിപ്പം നമ്മുടെ എഗ്രിമെൻ്റ് പോലും വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ ചീറ്റിംഗ് ആണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് മാത്രം ചീറ്റിംഗ് അല്ല, എൻ്റെ ഫ്രണ്ടിൽ നിന്നുമുള്ള ചീറ്റിംഗും ഉണ്ട്. ഇപ്പം ഞാൻ ആകെ ചെയ്ത തെറ്റ്, ഞാൻ CMനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞാൻ വിചാരിച്ചു അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് പെരുമാറിയ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കാര്യം പോസിറ്റീവായിട്ട് എനിക്കൊന്ന് ശരിയാക്കി തരും. എന്നെയും കൂടെ ആലോചിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കിപ്പോൾ ടോട്ടലി ചീറ്റഡാണ്. ടോട്ടലി ചീറ്റ് എല്ലാം. എനിക്ക് അതിൻ്റെ നിയമവശം അറിഞ്ഞൂടാ. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട്, എന്തായിരുന്നാലും ഡിഫമേഷൻ ഉണ്ടല്ലോ. 16 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പീഡനം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൊണ്ട് ആ ഡോക്ടറുടെ കുടുംബത്തിൽ തന്നെ മറ്റെന്തെങ്കിലും വിഷമം, ദുരന്തം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ പല ട്രാജഡീസും കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരാഴ്ചക്കകം വീട്ടിൽ തിരിച്ചെത്തിയത്. എൻ്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ അമ്മ തനിച്ചോ. ഞാൻ അതുകൊണ്ട് മാക്സിമം ഉള്ളിലൊതുക്കും. ഞാൻ അമ്മയുടെ മുമ്പിൽ കാണിക്കില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്കറിയാമല്ലോ, അവരെന്തെങ്കിലും എനിക്ക് ചെയ്തു തരും. എന്നോട് കാണിക്കുന്ന ഈ അന്യായം അവർ ഡേ 1 തൊട്ട് കാണുകയാണ്. ഇതൊരു പുതിയ കാര്യമേ അല്ല, ഇതെല്ലാവരും കണ്ടിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഹോൾ ലൈഫ് ഞാൻ എല്ലാവരെയും കൊണ്ട് ചീറ്റിടാം. എല്ലാവരും എന്നെ ഓരോ വിധത്തിലും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതന്ന് ഷോക്കാ. അത് അറിയണ ദിവസം എനിക്കത് ഭയങ്കര ഷോക്കാണ്. എന്ന് വെച്ചാൽ എൻ്റെയും കൂടെ ഫ്രണ്ടാണ്. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അമ്മയാണ്. അപ്പോൾ ഒന്ന് ആ കുട്ടികളുടെ ഫേസിൽ എങ്ങനെ നോക്കൂ? ഇനി അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ആ കുട്ടിയെ ഫേസ് ചെയ്യും? എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ.
ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കേസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെയല്ലേ മനസ്സിലാവണം. ഞാനൊരു കംപ്ലൈന്റും കൊണ്ടുപോയി. ഇത് എടുക്കാമോ എടുക്കാൻ പാടില്ല ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നേരെ പോയത് ഇതിനു വേണ്ടിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നു, ഇനി എനിക്ക് വയ്യ. 10-16 വർഷമായി ഞാൻ ഒളിച്ചു വെച്ച് എനിക്ക് മതിയായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഒളിച്ചു വെക്കാൻ വയ്യ. ഇനി എനിക്ക് തോന്നിയത് എൻ്റെ പിള്ളേരെ ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റി അകറ്റി വളർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി എനിക്ക് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട, എനിക്ക് കംപ്ലൈൻറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ട് പോയത്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം പറയുമ്പം, ആദ്യത്തെ പ്രാവശ്യം ഞാൻ CM-നെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുമ്പം അത് ഞാൻ മാനിക്കണം. അതിനെ ഞാൻ അപ്പം തന്നെ എനിക്ക് ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി സംസാരിക്കുന്നത് വരെ വിശ്വസിച്ചു. അതെനിക്കറിഞ്ഞില്ല. ഞാനിനി അഡ്വക്കേറ്റ്സുമായിട്ട് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ ലീഗൽ ഇതൊന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ നോക്കണം, എനിക്ക് ചോദിക്കണം. മന്ത്രി ഈ കോടതി കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാന തെളിവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരത്തെ പറ്റിയ മുറിവുകളാണ്. അത് ഡോക്ടർ ആക്രമിച്ചതിലൂടെ ഉണ്ടായി എന്നാണ്. എനിക്കും എൻ്റെ അടുത്തും പടങ്ങളും ഫോട്ടോഗ്രാഫ്സും എല്ലാം ഉണ്ട്. ഞാൻ CD ആയിട്ട് മുഖ്യമന്ത്രിക്ക് അന്ന് കംപ്ലൈൻറ്റുമായിട്ട് പോയപ്പം CD-യും കൂടെയാണ് കൊണ്ടുപോയത്. അതും കൂടെ കൊണ്ടാണ് കാണിച്ചു കൊടുത്തത്. അത് എൻ്റെ മോനാണ് അതെല്ലാം എനിക്ക് എടുത്തു തന്നത്. ദൃശ്യങ്ങൾ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പാക്കറ്റാണ് ഫുൾ എല്ലാം തിരിച്ചു തന്നു. വാങ്ങിച്ചതേ ഇല്ല. ഞാൻ എല്ലാം പറഞ്ഞു, എല്ലാം ഓർലി കേട്ടു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതും. അപ്പോൾ അത് കേട്ട്, പക്ഷെ റിട്ടേൺ വാങ്ങിച്ചില്ല എൻ്റെ കയ്യിൽ നിന്ന്. റിട്ടേൺ ഇതിരിക്കട്ടെ, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. T. ബാലകൃഷ്ണൻ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആൾക്കാരാണ് മീഡിയേറ്റ് ചെയ്തത്, ഇത്രയും നാളും മീഡിയേറ്റ് ചെയ്തത്. ഈവൻ ഇന്നലെ പോലും ഡിസ്കഷൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീഡിയേറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്ത് ഇതിനു വേണ്ടി എങ്ങനെയെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഒന്ന് ആക്കാൻ വേണ്ടി ചെയ്തിരുന്നു. ഇത്രയും ദിവസം നടക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത്? You said he has cheated you. So what was that you were expecting from the chief minister? ആ സെറ്റിൽമെന്റ് എഗ്രിമെന്റിന് നമ്മൾ എഗ്രി ചെയ്ത് സൈൻ ചെയ്ത സാധനം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും എന്നാണ്. ഞാൻ അല്ല കേസിന് പോയത്, വയലേറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കേസിന് പോയതെന്ന് എനിക്കറിഞ്ഞൂടാ. മെനിഞ്ഞാന്നായിരുന്നു ഇതിൻ്റെ ഒരു സെറ്റിൽമെന്റ് നടക്കേണ്ടത്. ഇന്നലെ 31 മാർച്ച് കൊണ്ട് ഇതിൻ്റെ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് ദ സെറ്റിൽമെന്റ് കഴിയും. അടുത്തത് 6 months മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുക്കേണ്ട 6 months ടൈം പീരീഡ് ഉണ്ടല്ലോ. ആ 6 monthsന് മുമ്പ് അടുത്ത ഒരു ഫേസും കൂടെ കഴിഞ്ഞിട്ട് രണ്ടും മ്യൂച്വൽ ഡിവോഴ്സിന് സെക്കൻഡ് ഇതും കൂടെ കൊടുത്തിട്ട് തീരും. ഇത് ആ സെറ്റിൽമെന്റിൽ അങ്ങ് തീരും. ആ സെറ്റിൽമെന്റിൽ ഒരു പോയിന്റും ഇതായിരുന്നു, ഞാൻ അതുവരെ ഒരു പെറ്റീഷനോ റിട്ടേൺ കംപ്ലൈന്റോ കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള സെറ്റിൽമെന്റ് ആയിരുന്നു. ഞാനത് മാനിച്ചു. പക്ഷെ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ മാനിക്കില്ല എന്നും ഈ എഗ്രിമെന്റ് എഴുതിയത് വെറുതെ ആയിരുന്നു, അത് വയലേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിന്റെ തന്നെ ഈ സെറ്റിൽമെന്റിന്റെ തന്നെ ആവുന്നില്ല, ടൈം കഴിഞ്ഞു, ഡെഡ് ലൈൻ ആയി സർ, ഇനി എനിക്ക് എന്നാ പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യണ്ടേ സർ, ഇത് ഡെഡ് ലൈൻ ആയില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ സാറുമായിട്ടുള്ള. എനിക്കറിഞ്ഞൂടാ ഇങ്ങനത്തെ ഒരു കാര്യമേ എനിക്കോ എൻ്റെ അഡ്വക്കേറ്റ്സിനോ നമ്മുടെ ഈ ഫുൾ സെറ്റിൽമെന്റിന് ഇരുന്ന മീഡിയേറ്റേഴ്സിനോ ഒരാൾക്കും ഈ കാര്യം അറിഞ്ഞൂടാ. ഇത് പറയാനുണ്ടെങ്കിൽ നമുക്കറിഞ്ഞൂടാ. ഇന്ന് വരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ കാര്യം. പിന്നെ ഞാൻ എന്തിനാ ഇന്നലെ സാറിൻ്റെ അടുത്ത് പിന്നെയും വിളിച്ച്, സാർ ഡെഡ് ലൈൻ ആയി ഒന്നും ആയിട്ടില്ല എന്ന് ഞാൻ എന്തിനു പറയണം? ഇതായി കഴിഞ്ഞെങ്കിൽ. മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ വാക്കാൽ ഒരു പരാതി കൊടുക്കാൻ തന്നെ, പ്രത്യേകിച്ച് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു പരാതി വാക്കാൽ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ പേരിൽ കേസ് എടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ചെയ്തില്ല. എന്ത് തോന്നുന്നു? എനിക്കിപ്പം എന്തോ തോന്നാന്,
എനിക്കിപ്പം ഞാൻ ഈ കുറച്ച് മാന്യത കാണിച്ചത് കുഴപ്പമായി പോയോന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതൊക്കെ നേരത്തെ തുറന്നു പറയാമായിരുന്നു എന്നുണ്ടോ? അതെ, എനിക്കിപ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇവരെല്ലാവരെയും വിശ്വസിച്ചു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ അല്ലെങ്കിലേ ചീറ്റിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് തന്നെ. എൻ്റെ കംപ്ലൈൻറ്റ് തന്നെ അതാ. എന്നിട്ടിപ്പം എൻ്റെ കൂടെ നടന്ന് എത്രയും നാൾ എന്നെ കൊണ്ട് കൊടുക്കരുത് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് എനിക്കൊരു വിശ്വാസം തന്ന ആൾക്കാർ പോലും ഇന്ന് എന്നെ ചീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്കിനി എന്ത് തോന്നാൻ? നേരത്തെ CM-ന് കൊടുത്ത CD അടക്കമുള്ള കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. ഞാനിത് എഗ്രിമെൻ്റ് അല്ല, എൻ്റെ പെറ്റിഷൻ, അന്നത്തെ പെറ്റിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി CM-നും കൊടുക്കുന്നുണ്ട് പെറ്റിഷൻ. ഡോക്ടറെ മർദ്ദിച്ചത് അടക്കമുള്ള എന്തെങ്കിലും ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് തരാൻ തയ്യാറാണോ? തരാം. അതെ, ഇന്ന് കൊടുക്കും. അതേ പെറ്റിഷനും ഇപ്പോഴത്തെ ഒരു വയലേഷനും എല്ലാം കൂടെ ചേർത്ത് ഇനി കൊടുക്കും. എന്നുവെച്ചാൽ അതെ, ഇന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല.